ഗായ്സ്, അപ്പോൾ അവിടെ പാല് കറന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളുടെ പരിപാടി എന്താണെന്ന് കാണിച്ചു തരാം. അതാ മിക്കൂസിന് ചോറ് കൊടുക്കും. മിക്കു കാണിക്ക്. മിക്കു നല്ല കുട്ടീനെ കണ്ട. വേം വേം മാമൂന്നില്ലേ മിക്കുവോ? ഇതാ മിക്കു കണ്ട മാമു ഇവന് ചോറ് കൊടുക്കാൻ അവൻ്റെ പുറകിൽ ഓടുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ പാല് കറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനും മിക്കുവും ഒപ്പം ഉറങ്ങി ഒപ്പം എണീറ്റ വ്യക്തികളാണ്. മിക്കു ഒക്കെ എവിടെ നിൽക്കണമെന്ന്. നമ്മളുടെ കുഞ്ഞുവിനെ കാണിച്ചു തരാം കേട്ടോ. കുഞ്ഞു വേണ്ട, വാവ ഉറങ്ങുകയാണ്. കുഞ്ഞു ഇവിടെയൊക്കെ വളകൂട്ട് നിറച്ചിട്ട് അതിൻ്റെ അപ്പുറത്ത് വൈക്കോലിൽ സുഖമായി കടന്നിറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മിക്കൂസിന് ചോറ് കൊടുക്കാൻ അങ്ങനെ ഈ ബാക്കിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലേ മിക്കോ? ഇതാ നമ്മുടെ കൊയ്യാക്ക മരത്തിലൊക്കെ ഉണ്ട്, നിറയെ കൊയ്യാക്കിയുണ്ട് കേട്ടോ. മുള്ള ഇവിടെയാണ് കെട്ടിയിട്ടുണ്ടായിരുന്നത്. അകിടൊക്കെ ഇവിടെ നിന്നാ കഴുകുക. അതാണ് ഇവിടെ വൃത്തിയോടെ ഇരിക്കുന്നത്. നിൽക്കുന്നത് നോക്കൂ. പപ്പായ മരം പൊട്ടി എന്നാണ് മിക്കു പറഞ്ഞത്. എന്താ മിക്കു പറഞ്ഞ? പപ്പായ മരം പൊട്ടിന്ന്. കുഞ്ഞാ വേണ്ട, നമ്മുടെ കുഞ്ഞു നിക്കണത്. നമ്മുടെ പപ്പായ മരം ആരാ പൊട്ടിച്ചു? മിക്കുവോ? പോത്താ? നമ്മുടെ പോത്തൊക്കെ എവിടെ? ആർക്ക് കൊടുത്ത്? വിൽക്കാൻ ആൾക്ക് കൊടുത്തു എന്നാ പറയണ മിക്കു. ഞാൻ ഇവിടുത്തെ വളമൊക്കെ വാരി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വിടാം. നമ്മുടെ ഇവിടെയൊക്കെ ഫുള്ളും വൃത്തികേടായി കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെയൊക്കെ ഇങ്ങനെ അടിച്ചു വിടാം. നമ്മുടെ പോത്തപ്പന്മാരുണ്ടായിരിക്കുമ്പോൾ എത്ര വൃത്തിയിൽ കിടക്കുന്ന സ്ഥലമാണ്. പശുവിനെ കെട്ടാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര വൃത്തികേടായി കേട്ടോ. നമ്മുടെ പോത്തപ്പന്മാർ നിന്നിട്ട് ഇത്ര വൃത്തികേടാക്കി വെച്ചിട്ടില്ല. പാവങ്ങൾ എവിടെ പോയാലേ. ഇന്ന് ഞങ്ങൾ നെന്മാറ വീട്ടിൽ വരുമ്പോൾ കുറച്ച് പോത്തുകളും കണ്ടുപിട്ട്, 2 കുട്ടിപ്പോത്തുകളെ. അത് കണ്ടപ്പോൾ നമുക്ക് നമ്മുടെ പോത്തപ്പന്മാരെയാണ് ഓർമ്മ വന്നത്. നമുക്ക് വേണ്ട ഫുള്ളും അടിച്ചൊട്ടേക്കിട്ട് കാണാം കേട്ടോ. നമ്മളിവിടെ ക്ലീൻ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. മിക്കൂസിൻ്റെ ചെയർ കിട്ടിയില്ലേ? അപ്പു സ്റ്റൂളിൽ ഇരുന്ന് കറക്കണ കണ്ടപ്പോൾ എടുത്തിട്ട് വാ. മിക്കൂസിനും കറക്കാൻ സ്റ്റൂള് വേണം പറഞ്ഞിട്ടിരിക്കുകയാണ്. മിക്കുവിൻ്റെ ഒരു കാര്യം. ഇപ്പം ഒറ്റക്കറവല്ലേ ഇപ്പോൾ കറക്കുന്നുള്ളൂ. നമുക്ക് ഒറ്റക്കറവിൽ തന്നെ പാല് കിട്ടാറുണ്ട് കേട്ടോ. കാണിച്ചു തരാം കേട്ടോ. നമ്മൾ കുട്ടീനെയൊന്നും ഇപ്പോൾ കുടിപ്പിക്കേണ്ട ആവശ്യമില്ല. ഒറ്റക്കറവിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ കുട്ടീനെ കുടിപ്പിക്കാത്തതുകൊണ്ട്. മിക്കുവിൻ്റെ ചെയർ എടുത്തിട്ട് വായോ. തൊട്ടെടുത്തിട്ട് വാ. മിക്കു ചെയർ എടുക്കാൻ പോയിട്ട് മിണ്ടാണ്ട് വന്നിരിക്കും. ചൂലോ അങ്ങനെ ചൂലെടുക്കാൻ പോയിട്ട് ഞാൻ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യായിരുന്നില്ല ഇത്ര നേരം. അപ്പോൾ അവനും പോയിട്ട് ഞാൻ ചൂലെടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് പോയതാണ്. എന്നിട്ട് ചൂല് കിട്ടിയില്ല തോന്നുന്നു. അതാണ് ഞാൻ അവിടെ ക്ലീൻ ചെയ്യായിരുന്നേ. കാരണം നമ്മുടെ ഇവിടെയൊക്കെ വൃത്തികേടായി കിടക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ നോക്ക് നല്ല വൃത്തിയായില്ല. എനിക്കിങ്ങനെ നല്ല നീറ്റായിട്ട് കിടക്കണം കേട്ടോ, അല്ലെങ്കിൽ എനിക്കിഷ്ടമല്ല. ഇനി അടുത്ത് നമുക്കിതാ ഇവിടെയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ. അത് ഇവിടെ നിന്ന് അഴിച്ചു മാറ്റിയിട്ട് വേണം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലേ കുഞ്ഞു? അപ്പോൾ ഇനി കുട്ടീനെ ഒന്നും കുടിപ്പിച്ച് ഇറക്കൊന്നും വേണ്ട. അങ്ങനെ തന്നെ ഡെയിലി കറന്നാൽ മതി. എന്നിട്ട് 2ാമത്തെ തവണ വേണമെങ്കിൽ ഒന്നും കുട്ടീനെ കുടിപ്പിക്കാറുണ്ട്. മിക്കു വേണ്ട അലമ്പുണ്ടാക്കണം. അലമ്പം മിക്കു ഹായ് പറഞ്ഞാ പറയ്. കോയിന്നാ പറയണ. കുട്ടീനെ ഇപ്പോൾ ഒന്ന് കുടിപ്പിക്കാൻ പോകണത്രേ. വേണ്ട, എന്നാലും കുറച്ചല്ലേ കിട്ടുള്ളൂ. അത് വേണ്ടപ്പോ. ഇങ്ങനെ തന്നെ ഡെയിലി കറന്നാൽ മതി. ഇപ്പോൾ ഫുള്ളും അകടിൽ പാല് നിൽക്കാണ്ട് കറന്നില്ലേ. അപ്പം ഇത്ര മതി. അങ്ങനെ ഡെയിലി കറന്നാൽ. അപ്പോൾ രാവിലെ എങ്ങനെ ഇറക്കുക? അപ്പം നമുക്ക് ഇത്ര മതി. കുട്ടീനെ വേണമെങ്കിൽ നമുക്ക് അഴിച്ചു കിടന്നിട്ട് മാറ്റി കേട്ടോ. അവളത് അവിടെ അഴിച്ചു കേട്ടാ. അപ്പോൾ ഒന്ന് അവളെ അഴിച്ചു കിട്ടുമോ? ഞാൻ അവിടെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. അവിടെ ഫുള്ളും അവിടെ പുല്ലൊക്കെ പറിച്ച് തല്ലിയാണ്. അവിടെ പുല്ലൊക്കെ പറിച്ച് അവിടെ ഇടിയുണ്ടാക്കുകയാണ്. മിക്കു പുല്ല് കൊക്കുന്നാ പറയണത്. മിക്കു ഉറങ്ങി എണീറ്റതും സമയം 2:30 അപ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ. ഇപ്പോൾ പഴത്തിനെ എടുത്ത് കടിച്ചിരിക്കും. നോക്ക്, കിളി കയറിയ പോലെ.
അതാ 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 മഴ പോലെയൊക്കെ അവിടെ വളവുന്നുള്ള ക്ലീൻ ചെയ്ത് മറന്നു. പുല്ല് നന്നായിട്ട് അതാ കുടിപ്പിക്കണ്ട പറഞ്ഞാൽ കേൾക്കേണ്ടതാ കുടിപ്പിക്കാണ്. ഇങ്ങനെ തന്നെ ഡെയിലി കറന്നാൽ മതിയപ്പോ. അപ്പി വാരിക്കോ നമ്മ അവിടെ ക്ലീൻ ചെയ്യട്ടെ. ഞാൻ ഇവിടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോഴേക്കും അപ്പു പാല് കുടിപ്പിച്ചിട്ട് പാല് ഇറക്കട്ടെ. നമുക്കിന്ന് വീഡിയോ എടുത്ത് തരാൻ പിള്ളേരൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് എല്ലാ ക്ലീനിങ് കഴിഞ്ഞിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അവിടെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടു കേട്ടോ. കുഞ്ഞുവിന് ഇതവിടെ കെട്ടിയിട്ടതാ. അമ്മ പശുവിനെ അവിടെയും കെട്ടിയിട്ടുണ്ടതാ. വിക്കിട്ട് കൊടുത്തണ്ട കുഞ്ഞുവിന് വൈക്കോല്. ഇനി തൊഴുത്തൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ ക്ലീൻ ചെയ്ത് കാണിച്ചു തരാൻ വിചാരിച്ചു. എന്താ വൃത്തിയായില്ലേ? ഇതാ അപ്പം എൻ്റെ തൊഴുത്ത് ക്ലീൻ ചെയ്യലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തൊഴുത്ത് ക്ലീനായില്ലേ? എന്താ നീറ്റായില്ലേ? അപ്പോൾ നമ്മുടെ തൊഴുത്ത് ക്ലീൻ ചെയ്തിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പശുവിനെ രണ്ടാളെ അഴിച്ച് പുറത്ത് കെട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ മൊത്തം വൃത്തികേടാവും കേട്ടോ. അവർ നിൽക്കുന്ന സമയമാകുമ്പോഴേക്കും ഈച്ചയും അതുപോലെ കൊതുകും ഇതൊക്കെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ നിന്ന് ഫുള്ളും വളമിട്ട് കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് നമ്മൾ പുറത്തയച്ച് കെട്ടിയത്. അപ്പോൾ വേറെ പശുവിനെ വാങ്ങിക്കുന്നില്ലേ എന്നുള്ള കമൻസൊക്കെ കണ്ടോട്ട് നമുക്ക് വാങ്ങിക്കണം. ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മേടിക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടാളും കൂടെ ആയിക്കഴിഞ്ഞാൽ എവിടെ പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. ആ പ്ലാൻ ക്യാൻസൽ ആവുകയാണെങ്കിൽ ഉടനെ വാങ്ങിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ആ പ്ലാൻ കഴിഞ്ഞിട്ടേ മേടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ വേണ്ട വൃത്തിയായില്ലേ? അപ്പോൾ നമുക്ക് പാൽപാത്രം കൊണ്ട് പോകാം കേട്ടോ. ചാനൽ ഇഷ്ടപ്പെടുന്നില്ല നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അത് ആ പാലും കൊണ്ട് പോവുകയാണ്. പാൽപാത്രം കൊണ്ട് പോകണ്ട. നെക്സ്റ്റ് വീഡിയോ ആയിരിക്കും. ബൈ.